പ്രൈസ് ലോർഡ്. കുഞ്ഞു കൂട്ടുകാരെ, നമുക്കിന്നൊരു കാര്യം പഠിച്ചാലോ? പ്രിയ മക്കളെ, നമുക്ക് നമ്മുടെ വചനം ബൈബിളിൽ പറഞ്ഞ ഗലാത്യർ 5:22 മുതൽ പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ്. കുഞ്ഞുങ്ങൾക്കറിയാമോ ആത്മാവിന്റെ ഫലം ഏതൊക്കെയാണെന്ന്? ആത്മാവിന്റെ ഫലങ്ങൾ 9 ഉണ്ട്, അതായത് ഫ്രൂട്ട്സ് ഓഫ് സ്പിരിറ്റ്. അതിൽ ആദ്യത്തേതാണ് സ്നേഹം. ഓക്കെ, ആൻറ്റി പറയട്ടെ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമത, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെ 9 ഗുണങ്ങളാണ് എന്താണ് ഫ്രൂട്ട്സ് ഓഫ് സ്പിരിറ്റ്, ആത്മാവിന്റെ ഫലങ്ങൾ. ഈ ഫലത്തെ നമ്മൾ തിരിച്ചറിയുക, ദൈവ സ്നേഹത്തിൽ ജീവിക്കുക. സ്നേഹമാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. ഈ 9 കൃപാവരങ്ങൾ, അതായത് ആത്മാവിന്റെ ഫലങ്ങളിൽ ഏറ്റവും ഒന്നാമത്തേതാണ് സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമില്ല. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നാം ഫ്രണ്ട്സിനെ നാം സ്നേഹിക്കുന്നില്ലേ? എന്നാൽ പ്രിയമക്കളെ, അതിലുപരിയായി നമ്മുടെ ആദ്യ സ്നേഹം ആർക്കാണ് കൊടുക്കേണ്ടത്? യേശു കർത്താവിന് കൊടുക്കണം. യേശുവിനെ സ്നേഹിക്കണം. അത് കഴിഞ്ഞിട്ട് ആരെ സ്നേഹിക്കണം? പപ്പയും മമ്മിയെ സ്നേഹിക്കണം. അത് കഴിഞ്ഞിട്ട് ആരെ സ്നേഹിക്കണം? നമ്മുടെ സഭയിലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാര്, ദേവദാസിമാര്, അതുപോലെ തന്നെ നാം പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ്, അവരെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ ഫ്രണ്ട്സിനെ നാം സ്നേഹിക്കണം. നമ്മുടെ അയൽവാസികളെ നാം സ്നേഹിക്കണം. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം അയൽവക്കത്തുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പപ്പയ്ക്കും മമ്മിക്കും കൊടുക്കുവാൻ കഴിഞ്ഞില്ലേ, നമ്മളിലുണ്ടെങ്കിൽ നാം അത് കൊടുക്കണം. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞിന്, മോൻ്റെ അയൽവക്കത്തിലൊരു കുഞ്ഞെന്നോർത്തോ, മോൻ്റെ ഫ്രണ്ടെന്നോർത്തോ, അല്ലെങ്കിൽ മോളുടെ ഫ്രണ്ടെന്നോർത്തോ, ആ മോളുടെ ഫ്രണ്ടിന് ഒരു പെന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു പെൻസിൽ ഇല്ല എങ്കിൽ, മോളെ 2 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കുഞ്ഞിന് 1 കൊടുക്കണം. അതാണ് സ്നേഹമെന്ന് പറയുന്നത്, കേട്ടോ. ആകയാൽ ആത്മാവിന്റെ ഫലങ്ങളിൽ ഏറ്റവും വലുതാണ് സ്നേഹം. നമ്മൾ ആ സ്നേഹത്തിൽ ജീവിക്കാം. ഇത് നിങ്ങൾ പഠിക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ 9 ഉണ്ട്. ഈ 9 കൃപാവരങ്ങൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.